നമ്മൾ എഡിറ്റിങ്ങിനും മറ്റാവശ്യങ്ങൾക്കുമായിട്ടൊക്കെ ഗൂഗിളിൽ ചിത്രങ്ങൾ തിരയാറില്ലേ? എന്നാൽ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങളല്ല ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്താൽ ലഭിക്കുന്നത്. ഒന്നുകിൽ ഒട്ടും ക്വാളിറ്റി ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചെറിയ സൈസ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച നിറമേ ആയിരിക്കില്ല സെർച്ച് ചെയ്താൽ ലഭിക്കുന്നത്. എന്നാൽ ഈ പ്രൊഫഷണൽ ആയിട്ട് എഡിറ്റ് ചെയ്യുന്നവരുണ്ടല്ലോ, ഫോട്ടോ ആയാലും വീഡിയോ ആയാലും, അവരൊക്കെ ഗൂഗിളിൽ നിന്ന് വളരെ കൃത്യമായിട്ട് അവർക്ക് ഏത് തരത്തിലുള്ള ചിത്രമാണ് വേണ്ടത് അത് കറക്റ്റ് ആയിട്ട് സെർച്ച് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ അത് എങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ ഒരു ഓപ്ഷനെ കുറിച്ച് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വീഡിയോ ചെയ്തതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഓപ്ഷൻ അറിയുന്ന ഒരുപാട് ആൾക്കാരും ഉണ്ട്. അറിയാത്തവർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. ഞാൻ ഈ പറഞ്ഞ ഓപ്ഷൻ ഗൂഗിളിൻ്റെ സെർച്ച് എഞ്ചിനിലാണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫോണായാലും കമ്പ്യൂട്ടർ ആയാലും ഏത് ബ്രൗസർ ആയാലും അത് ഓപ്പൺ ചെയ്തിട്ട് ഗൂഗിളിലേക്ക് പോകുമ്പോൾ ഈ ഒരു ഓപ്ഷൻ ലഭിക്കുന്നതാണ്. ഞാനിപ്പോൾ എൻ്റെ ഫോണിലെ ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് ഗൂഗിളിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ സാധാരണ സെർച്ച് ചെയ്യുന്നത് പോലെ തന്നെ മോഹൻലാൽ എന്ന് സെർച്ച് ചെയ്യുന്നു. എന്നിട്ട് ഇമേജ് ഓപ്ഷനിലേക്ക് പോകുന്നു. നമ്മളങ്ങനെയാണല്ലോ ഇമേജ് സെർച്ച് ചെയ്യാറ്. ഓക്കെ, ഞാനിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് മോഹൻലാൽ എന്ന് സെർച്ച് ചെയ്തതാണ്. നിങ്ങൾക്ക് ഏത് കാറ്റഗറിയിൽപ്പെട്ട ചിത്രമായാലും, ചെടികളായാലും പൂക്കളായാലും മൃഗങ്ങളായാലും എന്തെങ്കിലും ഡിസൈൻ ആയാലും എന്ത് സെർച്ച് ചെയ്യുമ്പോഴും ഞാൻ ഈ പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇപ്പം ഞാൻ സെർച്ച് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാം ലാലേട്ടൻ്റെ നിരവധി ഫോട്ടോകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ പ്രതീക്ഷിക്കുന്ന കാറ്റഗറി ഇതൊന്നും അല്ലെങ്കിൽ എനിക്കിവിടെ ഏറ്റവും മുകളിലായിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇവിടെ AI മോഡ്, ഇമേജ്, ന്യൂസ്, വീഡിയോസ് എന്നൊക്കെ കാണുന്നില്ലേ? ഈ ഓപ്ഷൻ നിങ്ങൾ വലത്ത് നിന്ന് ഇടത്തോട്ടേക്ക് ഇതുപോലെ നീക്കി കൊടുക്കുക. അപ്പം നിങ്ങൾക്കിവിടെ ഏറ്റവും അവസാനം സെർച്ച് ടൂൾ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പം നിങ്ങൾക്കിവിടെ ആദ്യം സൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ലഭിക്കുന്നതാണ്. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് 3ഓളം ഓപ്ഷൻ ഉണ്ട്. ലാർജ്, മീഡിയം, ഐക്കൺ എന്ന് പറഞ്ഞിട്ട്. ഇതിൽ ഞാൻ ലാർജാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ എനിക്ക് ലാലേട്ടൻ്റെ ലാർജ് സൈസിലുള്ളത്, അതായത് അല്പം വലിയ ഫോട്ടോ ലഭിക്കുന്നതാണ്. അപ്പോൾ അല്പം ക്വാളിറ്റിയുള്ള ചിത്രങ്ങളൊക്കെ നമുക്ക് ഈ ലാർജിൽ ലഭിക്കുന്നതാണ്. പക്ഷേ ലാർജിൽ പലപ്പോഴും പരിമിതികളുണ്ടാവും, ചില കാറ്റഗറിയിലുള്ള ചിത്രങ്ങൾ ലഭിക്കില്ല. അപ്പം നമുക്കിതിൽ നിന്ന് തന്നെ മീഡിയം ക്വാളിറ്റിയിലുള്ളത്, അതായത് ലാർജിൽ കിട്ടിയിട്ടില്ലെങ്കിൽ മാത്രം നിങ്ങൾക്ക് മീഡിയം ക്വാളിറ്റിയിലും നിങ്ങൾ ഉദ്ദേശിച്ച ചിത്രമുണ്ടോ എന്ന് നോക്കാൻ സാധിക്കുന്നതാണ്. ഇനി തൊട്ടടുത്തായി കളർ എന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഇത് നമുക്ക് നിറങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിത്രം തിരയേണ്ട ഒരു ഓപ്ഷനാണ്. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ സജഷനായിട്ട് നിരവധി നിറങ്ങൾ ഇതുപോലെ ഉണ്ടാകും. നമുക്ക് ഏത് നിറമാണ് തിരയേണ്ടത് അത് ജസ്റ്റ് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ചുവന്ന നിറം സെലക്ട് ചെയ്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാം ലാലേട്ടൻ്റെ വസ്ത്രം, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ചുവന്ന നിറവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളാണ് എനിക്ക് വരുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ഓരോ നിറത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വിവിധ ചിത്രങ്ങൾ നമുക്ക് തിരയാൻ സാധിക്കുന്നതാണ്. ഇനി അതേ ഓപ്ഷനിൽ തന്നെ നിങ്ങൾക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടി ലഭിക്കുന്നതാണ്. അതിലേക്കാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സംബന്ധമായ ചിത്രങ്ങൾ വളരെ എളുപ്പത്തിൽ സെർച്ച് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി അതേ ഓപ്ഷനിൽ തന്നെ ട്രാൻസ്പെറൻറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിലേക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ചിത്രങ്ങൾ സെർച്ച് ചെയ്യണം. പക്ഷികൾ, മൃഗങ്ങൾ, ചെടികൾ, പലതരം ലോഗോ, ഡിസൈൻ ഒക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ചിത്രങ്ങൾ തിരയാൻ വളരെയധികം സഹായകമാണ്. പിന്നെ പ്രത്യേക കാര്യം ഓർക്കേണ്ടത്, നിങ്ങൾ എപ്പോഴും ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്തിട്ട് അടുത്ത ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്ന സമയത്ത് മുൻപ് എന്താണ് ഉണ്ടായിരുന്നത് അതിലേക്ക് തന്നെ തിരിച്ചു പോയിട്ട് വേണം അടുത്ത ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കിട്ടുന്ന റിസൾട്ടിൻ്റെ എണ്ണം കുറയും. ഇനി തൊട്ടടുത്തായി യൂസേജ് റേറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഇത് സാധാരണക്കാർക്ക് ആവശ്യമില്ലാത്തൊരു ഓപ്ഷൻ ആയതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ വിവരിക്കുന്നില്ല. അതെന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കോപ്പി റൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ചിത്രം സെർച്ച് ചെയ്തെടുക്കണമെങ്കിൽ അത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇനി അതിനടുത്തായി നിങ്ങൾക്ക് ടൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. അതിലേക്കാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇതിൽ നിരവധി ഓപ്ഷൻ ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് മാത്രമാണ് ഞാൻ പറയുന്നത്. അതിൽ ഫേസ് ആണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ, നമ്മളൊരു വ്യക്തിയുടെ ചിത്രമാണ് സെർച്ച് ചെയ്യുന്നതെങ്കിൽ ആ വ്യക്തിയുടെ ഫേസ് ഫോക്കസ് ആയിട്ടുള്ള ഫോട്ടോകൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി അതേ ഓപ്ഷനകത്ത് തന്നെ ലൈൻ ആർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ അതാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നമുക്ക് വരച്ച ചിത്രങ്ങൾ, അതുപോലെ തന്നെ ലൈൻ ആർട്ടുകളുണ്ടല്ലോ, പലതരം കാര്യങ്ങൾക്കും നമ്മൾ ഇതുപോലെയുള്ള ചിത്രങ്ങൾ തിരയാറുണ്ട്. അപ്പോൾ അത്തരം ചിത്രങ്ങളാണ് നമുക്ക് വേണ്ടതെങ്കിൽ അതും നമുക്ക് ഇതിനകത്ത് നിന്ന് തിരയാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് സമയാടിസ്ഥാനത്തിലുള്ള ചിത്രമാണ് തിരഞ്ഞെടുക്കേണ്ടതെങ്കിൽ ഇവിടെ എനി ടൈം എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് 24 മണിക്കൂർ, ഒരാഴ്ച, ഒരു മാസം, ഒരു വർഷത്തിനുള്ളിലുള്ള ചിത്രം, ഇതുപോലെ ഏറ്റവും പുതിയ ചിത്രങ്ങൾ തിരയാൻ സാധിക്കും. ഇപ്പോൾ ലാലേട്ടൻ്റെയൊക്കെ ചിത്രം തിരയുമ്പോഴെന്ന് വെച്ചാൽ
പഴയകാല ചിത്രം പോലും ആൾക്കാർ പുതുതായിട്ടും അപ്ലോഡ് ചെയ്യാറുണ്ട്. അല്ലാതെ നിങ്ങൾക്ക് ഏതെങ്കിലും വാർത്തയുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ എന്തിൻ്റെങ്കിലും കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് പഴയ ചിത്രങ്ങൾ വരണ്ട, പുതിയ ചിത്രങ്ങൾ മാത്രം വന്നാൽ മതിയെങ്കിൽ ദിവസത്തിൻ്റെയും സമയത്തിൻ്റെയും അടിസ്ഥാനത്തിലൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ ചിത്രങ്ങൾ തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി അവസാനമായിട്ട് നിങ്ങൾക്കിവിടെ അഡ്വാൻസ്ഡ് സെർച്ച് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതുകൊണ്ടുള്ള പ്രയോജനം നമുക്ക് ആവശ്യമുള്ള ചിത്രം അതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും കൊടുത്ത് സെർച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ചിത്രം ഏത് തരത്തിലുള്ളതാണ്, എന്ത് കളറാണ്, അങ്ങനെ നിങ്ങൾക്ക് വേണ്ട എല്ലാ കാറ്റഗറിയും നൽകി നിങ്ങൾക്ക് വേണ്ട ചിത്രം വളരെ കൃത്യമായിട്ട് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഇതൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇൻ്റർനെറ്റിൽ ധാരാളമായിട്ടുള്ള കാറ്റഗറിയിൽപ്പെട്ട ചിത്രമാണെങ്കിൽ മാത്രമേ ഇതുകൊണ്ടൊക്കെ നമുക്ക് വളരെ കറക്റ്റായിട്ട് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റൂ. വളരെ വിരളമായ കാറ്റഗറിയിൽപ്പെട്ട ചിത്രമൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെയൊന്നും സെർച്ച് ചെയ്തെടുക്കാൻ പറ്റില്ല. ആ ഒരു കാര്യം മാത്രം ഓർത്ത് വെക്കുക. അപ്പോൾ വളരെ ഉപകാരപ്രദമായൊരു ഫീച്ചറാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷന്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.